Hi dears, welcome back to our family. അപ്പം ഇന്നൊരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യല്ലേ, സൗണ്ട് കേൾക്കുമെന്ന്. ഇന്നത്തെ വീഡിയോ ഫുള്ള് സൗണ്ട് ആയിരിക്കും, അത് ഇറിറ്റേഷനായിട്ട് തോന്നുന്നത് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ. ഞാൻ വേറൊന്നും കൊണ്ടിട്ട് വന്നല്ല. ചിലർക്ക് ഫുഡ് കഴിക്കുന്ന സൗണ്ട് ചിലർക്ക് ഇഷ്ടമാവില്ല, പലർക്കും പല രീതിയാണല്ലോ. സോ അതുകൊണ്ടിട്ട് പറഞ്ഞാണ്. ഫസ്റ്റ് തന്നെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, ഇത് വെള്ളത്തിലിട്ട് കുതിർത്തുണ്ടോ ബദാം, കൂട്ടത്തിലെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഞാൻ ഇപ്പോൾ ഡെയിലി എൻ്റെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. കാര്യം നോർമൽ ഡെലിവറിക്ക് നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ എന്തൊക്കെ പറയാം, അപ്പം നമുക്ക് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ, രാവിലെ തൊട്ട് എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കുടിച്ചു എന്നുള്ളത് കാണാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഞാൻ ചേച്ചി പാൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പോരുന്നേ. തിളച്ചോ? ചേച്ചി തൃപ്തി. പാലടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മറന്നുപോയി, കഴിച്ചിട്ട് പറയപ്പോൾ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് കേട്ടോ. അപ്പം ഉണ്ടായിരുന്നു, പിള്ളേർക്ക് അപ്പം കൊടുത്തു, ഞാൻ ചപ്പാത്തി എടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല കഴിക്കുന്നത്. ചില ദിവസങ്ങൾ പാൽ കുടിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നട്ട്സൊക്കെ കഴിക്കുന്നത്. അങ്ങനെ മാറി മാറി വരും. പക്ഷേ പിള്ളേർ കുരുത്തൊക്കെ ഇടും, ഞാൻ പോകും. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഫേസിൽ നമ്മുടെ ഫേസ് ഗ്ലോയിങ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷൊക്കെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുളിക്കും. ഇതാണ് കേട്ടോ പാല്. ഇതിൽ ഞാൻ കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ ചേർക്കുന്നത് സത്യത്തിൽ കുഞ്ഞിനെ നിറം വയ്ക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. പണ്ടൊക്കെ ഉള്ളവർ പറയുമല്ലോ കുങ്കുമപ്പൂ കഴിച്ച് കഴിഞ്ഞാൽ നിറം വയ്ക്കുമെന്ന്. ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നില്ല. കാശിയുടെ സമയത്ത് ഞാൻ കഴിക്കുമായിരുന്നു. കാര്യം നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ സാധനമാണ്. ജാനിയുണ്ട്. ജാനി അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ് നമ്മുടെ ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രഷറിന് കുഴപ്പമൊന്നുമില്ല, നോർമലായിരുന്നു, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രഷറാണ്. സോ അങ്ങനെ ഞാൻ ചോദിച്ച് മേടിച്ചതാണ് ഒരു പേജിൽ നിന്ന്. എനിക്ക് നല്ല കുങ്കുമപ്പൂ കിട്ടാനില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാഴ്ചയുടെ സമയത്ത് കിട്ടിയ പേജിൽ നിന്നാണ്. എത്ര രൂപ? മമ്മയ്ക്ക് പൈസ കളഞ്ഞു, ചില്ലറ 10 രൂപ കളഞ്ഞു. പോയവർക്ക് വിഷമമായിരിക്കും കേട്ടോ, 10 രൂപ പോയെന്നും പറഞ്ഞിട്ട്. എന്താ പറയാ, ഞാൻ ചൂടോടെ പാല് കുടിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. പാല് നല്ല തണുപ്പിച്ചതിന് ശേഷം കുടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച പാല് നല്ല ചൂടോടെ, അതല്ലെങ്കിൽ ഇതുപോലെ നല്ല തണുപ്പിച്ചിട്ട് അതാകുമ്പോൾ ഒറ്റയടി കുടിച്ച് തീർക്കാമല്ലോ. മുട്ട വേണം. അപ്പം ശരി, ഇനി അടുത്തതുമായിട്ട് ഞാൻ വരാം. 2 മുട്ട എടുത്തിട്ട് ഞാൻ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്ത് കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ചിലർ പറയാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ എഗ്ഗ് അധികം പച്ചയായിട്ട് കഴിക്കരുത്. പക്ഷെ ബോയിൽ ചെയ്ത് വാട്ടി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. എനിക്ക് പുഴുങ്ങി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എനിക്കും ബേബിക്കും ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാതളം എടുത്തിട്ട് അതും കുറച്ച് ജാമ്പക്കയും കൂടെ എടുത്തപ്പോഴത്തേന് കാശിക്കുട്ട വന്നിട്ട് ഫുള്ളായിട്ട് മൊത്തത്തിൽ തട്ടിക്കളഞ്ഞു. ഇങ്ങനെയാണ് ഇവിടെ മൊത്തം തട്ടി നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബേബിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതുണ്ട്. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പം പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്കും കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പാത്രവും പുറത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അംഗം. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് കുറച്ച് ഹെവി ആണോ ചോദിച്ചാൽ അല്ല, ലൈറ്റാണ്, എല്ലാം വെജിറ്റബിൾസാണ്. അപ്പം ലഞ്ച് ടൈം പ്രത്യേകിച്ചൊന്നുമില്ല. സാമ്പാർ, രസം, മോര്, ഒഴിച്ചു കൂട്ടാൻ.
എനിക്കങ്ങനെ ചിക്കൻ ഇഷ്ടമാണ്, പക്ഷെ മീനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. മീനും താല്പര്യമില്ല, മീൻ കറിയും താല്പര്യമില്ല. പിന്നെ ഈ വെജിറ്റബിൾസ് എന്താക്കി തന്നാലും ഞാൻ കഴിക്കും, ഞാൻ ആക്കിയാലും ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് സാമ്പാറും മോരും മാത്രം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാശി എനിക്ക് ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാറും മോരും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാം. കാശി മോനെ, ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീൻ വറുത്താലും ഞാൻ കഴിക്കും, പക്ഷെ എല്ലാ മീനൊന്നും കഴിക്കില്ല, ചില മീനുകളൊക്കെ കഴിക്കും കേട്ടോ. ചാള ഇഷ്ടമാണ്, നെത്തോലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാശി മോനെ, കാശിയേ, വൈഫൈ കട്ടായ നമ്മുടെ അവിടെ. കാശിയേ, അമ്മമ്മയുടെ ഫോണിൽ വൈഫൈ കട്ടായി. കാശി അമ്മമ്മയ്ക്ക് എന്താ കിട്ടാത്ത? പിള്ളേരെന്തെങ്കിലും ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? കണ്ണ് തപ്പിക്കഴിഞ്ഞാൽ വെളിയിലിറങ്ങാം. ഞാൻ ഇപ്പോൾ പുറത്ത് നിന്ന് കഴിക്കുന്നതുകൊണ്ടിട്ടേ ഉള്ളിൽ വെട്ടം കിട്ടത്തില്ല, അതുകൊണ്ടിട്ടാണ് പുറത്തുനിന്ന് ഇരിക്കുന്നത്. ഞാൻ സാധാരണ പുറത്തുനിന്ന് കഴിക്കത്തില്ല. ആ മമ്മ ഇത്തിരി നേരം കാർട്ടൂൺ വെച്ച് കൊടുക്കുമോ? ഞാൻ ഇപ്പം വന്നിട്ട് മോനെ ഉറക്കാം. കാശിക്കുള്ള ഫുഡ് കഴിച്ചിട്ട് ഞാൻ കഴിക്കാതിരുന്നത്. അപ്പം ഇനിയിപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. പാല് കാച്ചി വെച്ചിട്ടുണ്ട്. കാശുബി ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കിടന്നുറങ്ങാൻ. പിന്നെ കോവയ്ക്ക തോരനുണ്ട് കേട്ടോ. മേ ബി ഞാനിത് വൈകുന്നേരം ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങളോട് എന്ത് കഴിച്ചു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ശരി, കഴിച്ചിട്ട് വരാം. ഞാൻ ഇനി എന്താ എനിക്ക് പരിപാടി, എനിക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വട്ടയിറ്റിനിടയല്ലേ പോസ്റ്റ് ചെയ്യുമല്ലോ, കാണിച്ചു തരാം. വൈകുന്നേരം, ഇപ്പോൾ അല്ല വൈകിട്ട് ഞാനൊരു റീല് കണ്ടായിരുന്നു കോൾഡ് കോഫി ഉണ്ടാക്കുന്നതിൻ്റെ. അത് കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കഴിക്കണമെന്ന്. ഗോകു നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് കൊണ്ടുപോകുമായിരുന്നു കോൾഡ് കോഫി മേടിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്യുമ്പോൾ കഴിച്ചു തരാം. ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞു. ഞാനും കാശി ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അല്ലേ, സാധാരണ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ കാപ്പിയിട്ട്. എന്താ കുഞ്ഞി, എന്തോ കാപ്പി ഇട്ട് കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ കാപ്പി ഇടാനുള്ള ഒരു മൂഡ് എനിക്കില്ല. ചെറിയ മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കോളൊക്കെ ഉണ്ട്. മോദകവും ഏത്തപ്പഴവും ഏത്തക്കാപ്പും മേടിച്ചോണ്ട് വന്നതാണ്. എനിക്ക് ഇത് നമ്മുടെ നാട്ടിലെ മോദകം എന്നാണ് കേട്ടോ പറയുന്നത്. ഇറങ്ങണോ? പലയിടത്തും പല പേരാ പറയുന്ന. ഓ, വെളിയിൽ പോണോ? വേണ്ടേ? വേണ്ടാന്ന്. എനിക്ക് മോദകം ഭയങ്കര ഇഷ്ടം. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഈ മോദകത്തോട് ഭയങ്കര ക്രേസ് തുടങ്ങിയത്. മുന്നേയൊക്കെ മോദകം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ പയറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കൂലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് മോദകം മേടിച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ടിട്ട് അത് നമ്മുടെ ഇവിടെ അടുത്ത് ഒരു മാളു എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് താണിക്കമുക്കിൽ, ഓച്ചിറക്കട എന്നാണ് നാട്ടിലെല്ലാവരും പറയുന്നത്.
അവിടുത്തെ മോദകമുണ്ട്. എൻ്റെ പൊന്നോ, എനിക്കതിനോട് ഭയങ്കര അഡിക്റ്റാണ്. എനിക്ക് ഒരു പ്രഗ്നൻസി ക്രേവിങ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഐറ്റം ഈ മോദകമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടുത്തെ മോദകം. അവിടുത്തെ എന്നല്ല, എവിടുത്തെ മോദകം കിട്ടിയാലും ഞാൻ കഴിക്കും. എനിക്ക് മുന്നേ ഇത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരെണ്ണം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കിന്ന് മാത്രം ഇളക്കി കഴിക്കും. ഈ യെല്ലോ കളർ ഉണ്ടല്ലോ, അത് മാത്രം ഇളക്കി കഴിക്കും. പയറ് തട്ടിക്കളയുമായിരുന്നു. ഇപ്പം അങ്ങനെ എത്ര എണ്ണം കിട്ടിയാലും ഞാൻ ഇരുന്ന് കഴിക്കും. ഓരോരോ ഇത് വരുമ്പോൾ ഓരോരോ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന കുഞ്ഞ് കഴിക്കത്തില്ല. ഞാൻ എന്തായാലും ഇത് കുഞ്ഞിനോട് കൊടുത്തിട്ട് ഞാൻ ഒരു കോൾഡ് കോഫി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പാല് കഴിഞ്ഞു. പാല് മേടിക്കണം. രാത്രി ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാം അല്ലേ ബേബി? ഉറക്കം എണീറ്റുള്ളൂ. അതിൻ്റെ ചെറിയ മൂശേട്ടയിലിരിക്കുക ആശാൻ. അപ്പം രാത്രിയിലത്തെ ഡിന്നറിന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചേച്ചിയൊക്കെ ഇവിടെ ഇല്ലായിരുന്നു. അവർ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. സാധാരണ രാത്രി ഞാൻ ഇങ്ങനെ റൈസ് ഐറ്റംസ് കഴിക്കുന്നത് ഭയങ്കര കുറവാണിപ്പോൾ. പക്ഷെ ബിരിയാണി കിട്ടിയാൽ കാശുകൂട്ടാണല്ലോ. നല്ല ചൂട് ബിരിയാണി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഇല്ലെന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ഇവിടെ കൊല്ലത്ത്, അയ്യോ ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. കോളയത്തോട്. ഗോകു ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുപോകാനെ. ഗോകുവിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ആളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര, ഇനിയിപ്പോൾ ഡെലിവറിയുടെ ടൈം ആകുമ്പോൾ വരുമായിരിക്കും. അപ്പം ശരി, ഞാൻ കഴിക്കട്ടെ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച് ജാമ്പയ്ക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ ജാമ്പയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അതും കുറച്ച് മുളകും ഉപ്പും പുളിയെല്ലാം കൂടെ ഞെവിടിയിട്ട് അതെടുത്തിട്ടുണ്ട്. ജാമ്പയ്ക്ക് കോമ്പിനേഷനായിട്ട് എടുത്താണ് കേട്ടോ. രാത്രി ഇതൊന്നും അങ്ങനെ പതിവൊന്നും ഇല്ല. രാത്രി ചിലപ്പോൾ എനിക്ക് എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെഞ്ചിരിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഴിക്കാറില്ല. പിന്നെ കൊണ്ടുവന്ന് വെച്ചപ്പം അത് കാണാനുള്ള ഭംഗിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ അതങ്ങ് കഴിച്ചു. പിന്നെ നൈറ്റായപ്പം ചേട്ടൻ അങ്ങോട്ട് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് ഈ നമ്മുടെ എനിക്ക് തട്ടുദോശ ഭയങ്കര ഇഷ്ടമുണ്ട്. തട്ടുദോശയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഒരു ഓംപ്ലേറ്റും. ആഹാ എന്തായാലും നൈറ്റ് വേറെ ഡിന്നറൊന്നും കഴിക്കണ്ട, ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. പിന്നെ അതങ്ങ് മാറ്റി വെച്ചിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കഴിക്കുന്നത്. ഓരോ ദിവസം ഇങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ കഴിക്കാറുണ്ട്. എനിക്ക് അന്നേരം എന്താണോ കംഫർട്ടായിട്ട് കഴിക്കാൻ തോന്നുന്നത് ആ ഒരു ഐറ്റം ഞാൻ കഴിക്കും കേട്ടോ. വീട്ടിലെന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് വെയിറ്റ് കൂടി. എനിക്ക് ഒരു 2 months മുന്നേ 61 kg ആയിരുന്നു. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബേബിക്ക് വെയിറ്റൊക്കെ വെച്ചു എന്ന് തോന്നുന്നു. എന്തായാലും 62 kg കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.